ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കലും ദൈവം ആരെയും തകർത്ത് കളയുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. ചില പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ പലപ്പോഴും നാം ദൈവത്തോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ദൈവമേ, നീ എൻ്റെ ഈ അവസ്ഥകൾ കാണുന്നില്ലേ? അങ്ങയുടെ അറിവോടുകൂടിയാണോ ഈ ശത്രുക്കൾ എന്നെ തകർക്കുവാൻ ശ്രമിക്കുന്നത്? ഒരിക്കൽ ഒരു മരക്കൊമ്പിൽ 2 ഇണക്കിളികൾ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ മരത്തിന് താഴെ ഒരു വേട്ടക്കാരൻ അവരെ ലക്ഷ്യം വെച്ച് അമ്പെയ്യുവാനായി അമ്പുമായി നിൽക്കുന്നത് കണ്ടത്. ആൺകിളി പറഞ്ഞു, നമുക്ക് രക്ഷപ്പെടേണ്ടതിന് നമുക്ക് മുകളിലേക്ക് പറന്നു പോകാം. അതിന് തയ്യാറെടുത്ത് ആ കിളികൾ രണ്ടും മുകളിലേക്ക് നോക്കിയപ്പോൾ അതാ ആകാശവിതാനത്തിൽ ഒരു പരുന്ത് തങ്ങളെ ഉന്നം വെച്ച് പറക്കുന്നത് കണ്ടു. അത് അടുത്തടുത്ത് വരികയാണ്. ആ ഇരിക്കുന്ന കൊമ്പിനോട് അടുത്ത് വരാറായപ്പോഴാണ് ഈ ചെറിയ 2 പക്ഷികൾ മുകളിലേക്ക് നോക്കുന്നത്. രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലല്ലോ എന്ന് ആൺകിളി വേദനയോടെ പറഞ്ഞു. പെട്ടെന്നാണത് സംഭവിച്ചത്. അതുവഴി ഇഴഞ്ഞു വന്ന ഒരു പാമ്പ് ആ വേട്ടക്കാരൻ്റെ കാലിൽ കൊത്തുവാനിടയായിത്തീർന്നു. ആ കൊത്തിൽ ഭയപ്പെട്ടു പോയ വേട്ടക്കാരൻ എയ്ത അമ്പ് ദിശ തെറ്റി മാറിപ്പോവുകയും ചെയ്തു. ആ അമ്പ് താഴ്ന്നു പറന്നു വരുന്ന പരുന്തിന്മേൽ തറയ്ക്കുകയും അത് നിലംപരിചാകുകയും ചെയ്തു. മരണം മുന്നിൽ കണ്ട നിമിഷത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള ഒരു വഴി വീണ്ടും അവർക്ക് മുൻപിൽ തുറക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വഴികളും ഇതുപോലെയാണ്. അതെത്ര വിചിത്രമായിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഇരുട്ടടഞ്ഞ വഴിയിൽ രക്ഷപ്പെടാൻ ഇനിയൊരു മാർഗമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ സമയത്തായിരിക്കും പുതിയ വെളിച്ചവും പുതിയ വഴിയും ദൈവം നമുക്ക് മുൻപിൽ തെളിയിക്കുന്നത്. പറക്കുവാൻ സാധിക്കാതെ, ഉയരുവാൻ സാധിക്കാതെ ശത്രു മുകളിലും, തകർത്ത് കളയുവാൻ മറ്റൊരു ശത്രു താഴെയും നിൽക്കുമ്പോൾ ദൈവപൈതലെ തളർന്നു പോകരുത്. ദൈവം എനിക്കൊരു പുതുവഴി തുറക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. മേഘം ഇരുണ്ടുകൂടട്ടെ, കാറ്റ് അത് ഗംഭീരമായി വീശട്ടെ, ഇടിമിന്നൽ ശക്തിയോടെ പരക്കട്ടെ, മഴ ആർത്തു പെയ്യട്ടെ, റാഞ്ചൽ പക്ഷി ഉന്നം വയ്ക്കട്ടെ, വേട്ടക്കാർ അമ്പെയ്യട്ടെ, ഭയപ്പെടരുത്, ധൈര്യത്തോടെ മുന്നേറുക. എല്ലാം ഒഴിഞ്ഞു മാറി ഒരു നല്ല ശാന്തത വരുത്തുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കും. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.